ആർ വി രാജേഷ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത്, ഈ പദ്ധതി അംഗീകരിക്കുമ്പോൾ പോലും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് PM ശ്രീയുടെ പൈസയൊന്നും വേണ്ട കേരളത്തിലെ സ്കൂളുകൾക്ക്, അതിനേക്കാൾ മികച്ച രീതിയിൽ NEP വിഭാവനം ചെയ്തതിനേക്കാൾ മികച്ച രീതിയിൽ ഇവിടുത്തെ സ്കൂളുകളെല്ലാം സജ്ജമാണ്, അങ്ങേയറ്റം രാജ്യാന്തര നിലവാരമൊക്കെ പുലർത്തുന്ന സ്കൂളുകളാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നത് 1100 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ കാണുന്നത്? ഈ എല്ലാം ഫിറ്റായി നടക്കുന്നു എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ? അല്ല, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്, അത് ഞങ്ങൾ കിഫ്ബി വഴി ഈ സ്കൂളുകളെല്ലാം മാറ്റം വരുത്തി എന്നൊക്കെയാണ്. പിന്നെ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് പിന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഈ ഫണ്ട് ചെലവഴിക്കേണ്ട കാര്യമില്ലല്ലോ. അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ UP പോലുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് അവിടെ ഇത് നടപ്പാക്കിയതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റമുണ്ടായി എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസ നിലവാരം ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ അതെല്ലാം സുരക്ഷിതമാണ്, ഞങ്ങളിതെല്ലാം സുഭിക്ഷമാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഇത്രയും ഫണ്ട് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാദം ഉയർത്തിയിരിക്കുന്നത്. ഇത് പണ്ട് കുഞ്ഞൻ നമ്പ്യാർ അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ദീപസ്തംഭം ആശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇത് പോകാൻ പോകുന്ന അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഗവൺമെൻറ് ആ കാലഘട്ടത്തിൽ കുറച്ച് ഫണ്ട് കിട്ടിയാൽ അതെങ്ങനെ ദുർവിനിയോഗം ചെയ്യാം എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് മാത്രമാണ് നടപ്പാക്കുക. അല്ലാതെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ താല്പര്യത്തെക്കുറിച്ചോ ഒന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ താല്പര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള യാതൊരു കാര്യവുമില്ല. പണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്താ ഇടതുപക്ഷത്തിൻ്റെ നയം ഇതിനകത്ത്? എന്താണ് CPIMൻ്റെ നയം? CPIMൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളൊരു നയരേഖയുണ്ടല്ലോ, ആ നയരേഖ അനുസരിച്ചാണോ ഇവിടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഈ PMCയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചിരിക്കുന്നത്? അപ്പോൾ ഇവർക്കൊക്കെ പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് ഒന്ന്, വേറൊന്ന് എന്നുള്ള രീതിയിലല്ലേ? ഇപ്പോൾ CPI എതിർക്കുന്നു. CPI ഒരു ഇടതുപക്ഷ പാർട്ടി ആയതുകൊണ്ട് CPI അതിനെ എതിർക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ നടപ്പാക്കിയെന്നൊക്കെ ഞാനങ്ങനെ വിട്ടിത്തരമൊന്നും പറഞ്ഞിട്ടില്ല. കൺകറൻറ്റ് ലിസ്റ്റ് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിദ്യാഭ്യാസം എന്നുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അത് ഇപ്പോൾ നടപ്പാക്കിയതല്ല. അത് ഭരണഘടനയിലെ 9ാം ഷെഡ്യൂളിൽ പെടുന്നതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യമായ അധികാരമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഈ ദേശീയ ഇപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച ചില സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ സംസ്ഥാനങ്ങളിൽ ആര് ഭരിച്ചിരുന്നു താങ്കളൊന്ന് പരിശോധിച്ച് നോക്കണം. 2023 തെലങ്കാനയിൽ ഒപ്പുവെച്ച്, അവിടെ TRS ആണ് ഭരിച്ചിരുന്നത്. 2022 കർണാടക ഒപ്പുവെച്ചത്, അന്ന് അവിടെ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ അന്നൊരു ഗവൺമെൻറ് ഒപ്പുവെച്ചു, അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അത് ഞങ്ങൾ ഒപ്പുവെച്ചില്ല, അതങ്ങ് മായ്ച്ചു കളയാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് ആ നയത്തെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും അങ്ങ് പിന്തുണച്ചു കൊള്ളാം. അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി ഇവർ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങളെ ജനങ്ങളങ്ങ് തിരഞ്ഞെടുത്തവരാണ്, ജനങ്ങളെ അധികാരത്തിൽ ആണെന്നേ ഞങ്ങൾ അല്ലെന്ന് പറഞ്ഞോ? അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാനുള്ള മാൻഡേറ്റാണ് ഞങ്ങൾക്കുള്ളതെന്നുള്ള അഹങ്കാരം പറഞ്ഞാൽ അതൊന്നും ഈ രാജ്യത്ത് നടപ്പാകാൻ പോകുന്നില്ല. നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്, ജനാധിപത്യം തന്നെയാണ് ഈ രാജ്യത്ത്. അങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരം നെറികേടുകൾ കാണിച്ചാൽ, അഴിമതി കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനെന്ന് ഈ രാജ്യത്ത് പ്രതിപക്ഷമുള്ളത്. ഇത്തരം നയങ്ങൾ നടപ്പാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു എവിടെ ചർച്ച ചെയ്തതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അങ്ങനെ ഒരു നയം നടപ്പാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? പാർലമെൻറ്റിൽ ചർച്ച വേണ്ടേ? നിങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തോ? നിങ്ങൾ ഈ രാജ്യത്ത് 1968 നിയമം മുതൽ, ദേശീയ വിദ്യാഭ്യാസ നയം മുതൽ പാർലമെൻറ്റ് ചർച്ച ചെയ്തതാണ്. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ചർച്ച ചെയ്തതാണ്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള അതുവരെയുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിലാക്കിയാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്? ഇവിടെ ഇതിന് 3 വയസ്സിൽ വിദ്യാഭ്യാസം തുടങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. ലോകത്തൊരിടത്തും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള 6 വയസ്സിൽ മാത്രമാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. വിദ്യാഭ്യാസം 3 വയസ്സിൽ തുടങ്ങുക. ഇപ്പോൾ നേരത്തെ 10+2 എന്നുള്ളതാണ്, ഇപ്പോൾ 5+3+3 എന്നുള്ള 3+5 എന്നുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ പല വൽക്കരണത്തെക്കുറിച്ച് പറയുന്നു.
നമ്മളിപ്പോൾ ഈ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാരതീയപരമായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ഇവിടെ പറയും അതല്ല, അത് ഭാരതീയ ചിന്തയിൽ മുമ്പേ ഉണ്ട്, വിമാനം കണ്ടുപിടിച്ചത് രാവണനാണ്, രാവണൻ പുഷ്പവിമാനത്തിൽ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കണം, അതാണ് ശരി എന്ന് പറഞ്ഞാൽ അതൊക്കെ ആധുനിക നമ്മള് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ ഉള്ള സമയത്താണോ ഹിമാചലിൽ 227 സ്കൂളുകൾ, കർണാടകയിൽ 655 സ്കൂളുകൾ, രാജസ്ഥാനിൽ 739 സ്കൂളുകൾ, തെലങ്കാനയിൽ 852 സ്കൂളുകൾ, ഈ സ്കൂളുകളെല്ലാം PM ശ്രീ സ്കൂളുകളാണ്. മാത്രവുമല്ല കർണാടകയിൽ സിദ്ധരാമയ്യ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1500 സ്കൂളുകളുടെ ലിസ്റ്റ് കൂടി കേന്ദ്ര സർക്കാരിന് കൊടുത്തു, ഇതും കൂടി PM ശ്രീ സ്കൂളുകൾ ആക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ പറയുന്നതിലും ഈ സർക്കാരുകൾ അനുവർത്തിക്കുന്നതിലും തമ്മിൽ വലിയ അന്തരമില്ലേ?